നമസ്കാരം. റോഡിലിറങ്ങി ഷോ കാണിക്കുമ്പോൾ വിചാരിച്ചില്ല തനിക്ക് മുട്ടൻ പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. നഗരം ഭരിക്കുന്ന മേയറും നിയമസഭാ സാമാജികനായിട്ടുള്ള ഭർത്താവും പൊതുസമൂഹത്തിന് മാതൃകയായിട്ടും അതുപോലെ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടതിന് പകരം ഒരുമാതിരി നാലാംകിട നേതാക്കളെ പോലെ നടു റോഡിൽ KSRTC ബസ് തടയുകയാണ് ചെയ്തത്. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് മേയർ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം വീണ്ടും തോൽവി ഇരുന്ന് വാങ്ങുകയായിരുന്നു ഇത്തവണയും. ആരൊക്കെയാണ് ഇത്തവണത്തെ പാർട്ടിയുടെ നാണംകെട്ട തോൽവിക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം. അതിൽ ജനങ്ങളോടുള്ള ഇടപെടലിൽ വളരെയധികം മോശം അനുഭവം ഉണ്ടാക്കിയ രണ്ട് പേരാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും. KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കം തുടക്കം മുതൽ തന്നെ മേയർ ആര്യയ്ക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വഴിവെച്ചിരുന്നു. അന്ന് റോഡിലിറങ്ങി ഷോ കാണിക്കുമ്പോൾ വിചാരിച്ചില്ല അത് അവസാനം കറങ്ങിത്തിരിഞ്ഞ് തനിക്ക് തന്നെ ഒരു പണിയായിട്ട് മാറുമെന്ന്. ഇപ്പോൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രണ്ടിനെയും എടുത്ത് ആറ്റിലെറിയാനുള്ള ദേഷ്യമുണ്ട് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പല നേതാക്കൾക്കും. KSRTC ഡ്രൈവറുമായിട്ടുള്ള തർക്കം ഏറെ നാണക്കേടായെന്നും നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോലും മേയർ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചുവെന്നും യോഗത്തിൽ ഒരു വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്താനുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയറിനെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. അങ്ങനെ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ മേയർ കാര്യങ്ങൾ എത്തിച്ചുവെന്നും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ടത് അത് പാർട്ടിയാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. KSRTC ഡ്രൈവറുമായിട്ടുള്ള തർക്കത്തിൽ അപക്വമായിട്ടുള്ള ഇടപെടലാണ് മേയറുടെയും അതോടൊപ്പം തന്നെ MLA-യുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. മേയറുടെ പരിചയക്കുറവ് നഗരസഭാ ഭരണത്തിൽ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. എന്തിനേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ട് കുറയുന്നതിൽ മേയറുടെ പെരുമാറ്റം കാരണമായെന്ന് പോലും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും യോഗത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. അതിൽ പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തന്നെ വലിയ ഒരു തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായെന്നും വിലയിരുത്തലുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകുന്നില്ലെന്നും വിമർശനം ഉയർന്നു. എന്തിനേറെ പോലീസിൽ പോലും സർക്കാരിന് ഒരു നിയന്ത്രണമില്ലെന്നും പോലീസിന്റെ പ്രവർത്തനം അത് തോന്നിയതുപോലെയാണെന്നും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്തും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല CPM-നുള്ളിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒരു ആധിപത്യവും അതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് തന്നത്. ഇപ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥിതിയിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും സ്വതന്ത്ര അഭിപ്രായം പാർട്ടി വേദികളിൽ ഉയർന്നേക്കാം. അതുപോലെ തന്നെ നേതാക്കളുടെ ധിക്കാരമായിട്ടുള്ള പെരുമാറ്റം പൊതുജനങ്ങളിൽ വലിയ തോതിലുള്ള ഒരു അവമതിപ്പാണ് ഉളവാക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ ഭർത്താവ് MLA-യുമായിട്ടുള്ള സച്ചിൻ ദേവും കാട്ടിക്കൂട്ടിയ തോന്നിവാസം കണ്ട് ജനങ്ങൾ തെറി വിളിക്കുകയാണ്. ഒരു നഗരം ഭരിക്കുന്ന മേയറും നിയമസഭാ സാമാജികനായിട്ടുള്ള ഭർത്താവും പൊതുസമൂഹത്തിന് മാതൃകയായും നിയമവിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടതിന് പകരമായിട്ട് വെറും നാലാംകിട നേതാക്കളെ പോലെ നടു റോഡിൽ കിടന്ന് KSRTC ബസ് തടയുകയാണ് ഉണ്ടായത്. ഒരു സംഭവം ഉണ്ടായപ്പോൾ അതൊരു വീഡിയോ എടുത്ത് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്നതിന് പകരമായിട്ട് നടു റോഡിൽ കൊണ്ടുവന്ന് അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ സമയം പാഴാക്കി കാണിച്ചു കൂട്ടിയ ഈ തോന്നിവാസം അത് ഓരോ മലയാളികളും കണ്ടതാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27 തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായിട്ടുള്ള സച്ചിൻ ദേവ് എന്നിവരും ചേർന്നുകൊണ്ട് KSRTC ബസ് ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു തർക്കമുണ്ടാകുന്നത്. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെ കമ്മീഷണർക്ക് യദു പരാതി നൽകിയെങ്കിലും പോലീസ് ആകട്ടെ നടപടിയെടുത്തിരുന്നില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ആകട്ടെ മേയർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നുമാണ് യദു ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ യദുവിന്റെ പരാതിയിലെടുത്ത കേസിലാകട്ടെ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും അതോടൊപ്പം തന്നെ MLA-യുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതിനിടെ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഇപ്പോൾ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്.
കേസിൽ ഡ്രൈവർ യദു, അതുപോലെ തന്നെ കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായിട്ട് പരിശോധിച്ച് വരികയാണ്. KSRTC ഡ്രൈവർ തർക്കത്തിൽ KSRTC നടത്തുന്ന ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഡ്രൈവർ യദുവിനെ കുടുക്കാനായിട്ട് തുറുപ്പ് ചീട്ടുകൾ ഒരുക്കുകയാണ്. അതേസമയം കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനെ യദു ഡ്രൈവിങ്ങിനിടെ ബസ്സിലിരുന്നു കൊണ്ട് കൈകൊണ്ട് അശ്ലീല ആംഗ്യം കാട്ടിയെന്ന കേസിൽ യദുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഉദ്ദേശമില്ലെന്ന് പോലീസ് ജില്ലാ കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ്. അതുകൂടാതെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള വാക്ക് തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട തന്നെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSRTC ഡ്രൈവർ യദു കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന് യദു പരാതിയും നൽകിയിരുന്നു. ഒന്നുകിൽ തന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ തന്നെ പറഞ്ഞു വിടണമെന്നാണ് യദുവിൻ്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം താനും മകനും ആത്മഹത്യയുടെ വക്കീലാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ മേയറും യദുവും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് യദുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയത്. ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് യദുവിനെതിരായിട്ടുള്ള നടപടി. ഇതിനൊക്കെ ഉള്ളത് ചേർത്താണ് ഇപ്പോൾ മേയർക്ക് കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.